ഇതിന്റെ നടയെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കി. ഈ നോക്കിയ ആള് പാഞ്ഞ് പുറകോട്ട് ആ മുളയെ പോയി ഇടിച്ച് ഇങ്ങനെ വീഴും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആത്മാവ് കൂടിയിരിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇളവും. അപ്പൊ ആ മേലാങ്കോട്ട അമ്മയുടെ ശാഖയാണ് നമ്മളെ പല പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തുണ്ട്. ആ കുടുംബക്കാർ ഇവിടെ വന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിലെ ഈ മേലാങ്കോട് ദേവിയുടെ അടുത്ത് പോകുമ്പോൾ അവിടെ കൊടുതിയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ഓർമ്മ വന്ന് കൊച്ചിയിലെ ഉള്ള മേലാങ്കോട്ട. ഞാൻ കൊച്ചിയിലെ കണ്ട അവിടെ വരച്ചു വെച്ച ആ മേലാങ്കോട്ട അമ്മ ഇതാണെന്നുള്ള രീതിയിൽ പെട്ടെന്ന് വീണ്ടും എന്നാൽ ഞാൻ ഓടിപ്പോണ്ട അടുത്ത്. എനിക്കതൊന്നും പോവാൻ പറ്റില്ല, ഞാൻ സ്തംഭിച്ചു. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങ് നടന്ന യഥാർത്ഥമായ ദുരനുഭവങ്ങൾ പറഞ്ഞു. അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എൻ്റെ പറഞ്ഞു. അങ്ങയുടെ ജീവിതത്തിലുണ്ടായ വേറെ ഏതെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടോ? അത് ഞാൻ ഇവിടെ ഉണ്ടായതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ചാലയിൽ ജോലി ചെയ്യണ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഉടുപ്പൊന്നും ഇടില്ല, ജോലി ചെയ്യും. ഒരു വ്യത്യസ്ത രീതിയിലെ സ്വഭാവമാണ്. പിന്നെ സൈക്കിളിലോട്ടാണ് അടിക്കുന്നത്. ഒരു തലയെ കെട്ടൊക്കെ കെട്ടി കുറേ കാലം ഭീമാവള്ളിയിൽ അദ്ദേഹം റൂം എടുത്ത് കിടന്ന് ഒരു 10 കൊല്ലം എന്തോ കിടാവിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് ഇത്. അപ്പൊ പിന്നെ ചാലയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ചുമ്മാ ആളെടുത്ത് വഴക്കിന് പോകും. അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കണം അപ്പൊ സ്വാമി സ്വാമി എന്ന് വിളിക്കും. പിന്നെ അപ്പം വഴക്കുകളൊക്കെ കൂടുമ്പോൾ എൻ്റെ കൂടെ വന്ന് പരാതി പറയും. പരാതി പറയുമ്പോൾ ഞാൻ പോയി പറഞ്ഞ് പാവമല്ലേ അദ്ദേഹം ഇങ്ങനെയല്ലേ. എന്നിട്ട് അദ്ദേഹം കേൾക്കാതെ പറയും അദ്ദേഹത്തിന് ശകലം സുഖമില്ലാത്ത പോലെയാണ്, നമ്മളൊന്നും ചെയ്യല്ലേ നമ്മളെ കൂടെ. അപ്പൊ അവര് കേൾക്കും. അങ്ങനെ ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കണം തന്നെ കളിയടിക്കും. അപ്പൊ സ്വാമി എന്നൊക്കെ വിളിക്കും, വേറെ വല്ലതൊക്കെ വിളിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആയതിന് ശേഷം അദ്ദേഹം ഇവിടെ വരും. അപ്പൊ ആദ്യ ദിവസം വന്ന ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ ചായ ഇതൊക്കെ കൊടുത്ത്. അപ്പൊ നമ്മൾ ഒരാൾ വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെ ചായയും വെള്ളമൊന്നും വേണ്ട, അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണത് എടുത്തൊന്നും വേണ്ട. എന്തെന്ന് കേട്ടാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടേ ഇരിക്കുള്ളൂ സ്വന്തം കേട്ട. അപ്പം ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിക്കുമോ? അത് ചായ. ഞാൻ പറഞ്ഞു ചായക്കടയിൽ പോയി ചായ കുടിക്കുമ്പോൾ പിന്നെ ആരെങ്കിലും വെച്ച് തരാതെ നിങ്ങൾ കഴിക്കണത്, ഇവിടെ നമുക്ക് ആരെയും വെച്ച് തന്നാലേ. അപ്പൊ ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇത്. അപ്പൊ അദ്ദേഹം കാര്യം ഇതൊക്കെ പറഞ്ഞ് എല്ലാം തീർന്നിട്ട് ഇതിന്റെ നടയെ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കി. ഈ നോക്കിയ ആള് പാഞ്ഞ് പുറകോട്ട് ആ മുളയെ പോയി ഇടിച്ച് ഇങ്ങനെ വീഴുന്നു. ഇടിച്ച് വീഴുന്നു. ഇവിടെ കിടന്ന് ബഹളവും വച്ചിട്ട് ഇദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ പേടിച്ചോയെന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലിലോ എല്ലാം ഇടിച്ച് മണ്ട പൊട്ടിയ എനിക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകണ്ടേ. ഞാനാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹം വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ രീതി ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ ഗുരു പറഞ്ഞു, നീ ആര് വന്നാലും സ്നേഹമായിട്ട് പെരുമാറണം, അവരുടെ ദേഷ്യം കാണിക്കരുത് എന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു ദിവസം വന്ന് ഇദ്ദേഹം അങ്ങനെ ഒരു പേപ്പർ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിവിടെ നിന്ന് വരുന്ന തിരുവല്ലത്തുള്ള രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് രാധാകൃഷ്ണനും ഇവിടെ ഒരു ആത്മീയൻ ഇവിടെ ഇരിക്കുകയാണ്. ഇദ്ദേഹം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ കിടക്കണ ചാല്യൊക്കെ വാരി ഏറിഞ്ഞ് ആദ്യം ഇതും ചെയ്തിട്ട് ഒറ്റപ്പാക്ക്. രാധാകൃഷ്ണൻ പേടിച്ചിട്ട് അന്തം വിട്ട് ഇരിക്കുന്നു. ഇയാൾ എന്നിട്ട് ഒറ്റപ്പാക്ക്. രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു ദേഷ്യമില്ല. രാധാകൃഷ്ണൻ യവനെ ആഴി കൊടുക്കണം, എന്നെ പേടിപ്പെടുത്തി ഇതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ആത്മാവ് കൂടിയിരിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇളവും. അതാണ് ചില നമ്മളെ കരിക്കോത്തി കോവില്, തൊഴുവാങ്കോട് അവിടെയൊക്കെ പോകുമ്പം ചിലവർ കിടന്ന് തുള്ളും. ഇങ്ങനെ തുള്ളണതിൻ്റെ കാര്യം എവരിലൊരു ആത്മാവ് ഉണ്ടായിട്ടാണ് അത് ചെയ്യണത്. അതിനെ നമുക്ക് മാറ്റുകയും ചെയ്യാം. അപ്പം മാറ്റണമെന്ന് പറഞ്ഞ് മാറ്റേണ്ട രീതിയിൽ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അവർ മാറ്റി കൊടുക്കും. നമ്മൾ സിനിമയായിരുന്നാലും ചിലതെല്ലാം നടക്കണ കാര്യം തന്നെ നമ്മൾ സിനിമയെ കൂടെ കാണുന്നത്. നമ്മളിങ്ങനെ ഇതൊക്കെ നടക്കണം ലക്ഷ്യം ഒക്കെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം നമ്മൾ യക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം മേലാങ്കോട്ടമ്മ ആണല്ലോ നമ്മളെ അറിവിൽ. അപ്പം എൻ്റെ കൊച്ചിയിലെ കൈമനത്തെ ഒരു മേലാങ്കോട് ദേവിയുണ്ട്. അപ്പം ഞാൻ എന്നും ആ മേലാങ്കോട് ദേവിയുടെ അടുത്ത് പോകും. കിളിമരത്തിൽ മുല്ലപ്പൂ, കുടമുല്ല നിൽക്കും. ഈ പൂവൊക്കെ അമ്മയ്ക്ക് പറക്കി വയ്ക്കും. എന്നിട്ട് മേലാങ്കോട്ട അമ്മ എന്ന് പറയും. എന്നിട്ട് അവിടെ തുള്ളും.
ഒരാൾ ശേഖരൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം തുള്ളി കഴിഞ്ഞ ഉടനെ ഞാൻ തുള്ളും. അങ്ങനെയൊക്കെ ഭയങ്കര കളിയാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ആയതിനു ശേഷം എനിക്കൊരു ഓർമ്മ വന്നു, മേലാങ്കോട് ദേവിയെ കാണണം. അപ്പം മേലാങ്കോട് ദേവി എന്ന് പറഞ്ഞ ചരിത്രം രാജഭരണകാലം, ആ കാലത്ത് ഏതോ നായർ തറവാട്ടിലെ ഒരു സ്ത്രീ, നല്ല സൗന്ദര്യവും നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആരോ ഗർഭിണിയാക്കും. അങ്ങനെ ആ സ്ത്രീയെ കൊണ്ടുവന്ന് പിന്നെ ഈ മേലാങ്കോട് എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ അപ്പുറത്ത് വലിയൊരു അണക്കെട്ടൊക്കെ ഉണ്ട്, കോതയാറെന്നൊക്കെ പറയും, അവിടെ കൊണ്ട് ഉപേക്ഷിച്ച് അങ്ങനെ ഈ അമ്മയെ, ആ അമ്മ മനുഷ്യശ്രീയാണ്, ആ അമ്മയെയും കൊച്ചിനെയും കൊന്നു. അങ്ങനെ ആ ആത്മാവ് പോവാതെ ഈ മേലാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആത്മാവ് ആളുകളെ ഉപദ്രവിക്കുന്ന വലിച്ച് കീറിയൊക്കെ ഇടും. അതൊരു കാലമായിരുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ശല്യമായി ഭയങ്കരമായപ്പോഴാണ് പാർവതി ദേവി അവിടെ വന്നിട്ട് ഈ ആത്മാവ് ഈ നമുക്കെന്തെന്ന് പറയാം, അതൊരു ഉപദ്രവ രീതിയിലുള്ള ഒരു ശരീരവും ആത്മാവും അങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട്, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇനി ആളുകൾക്ക് ഉപകാരം ചെയ്യണം, നീ അമ്മയായിട്ടിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ഉപകരിക്കും. അങ്ങനെയാണ് മേലാങ്കോട്ടമ്മ ഉണ്ടായത്. അപ്പം ആ മേലാങ്കോട്ട അമ്മയുടെ ശാഖയാണ് നമ്മളെ പല പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തുണ്ട്. ആ കുടുംബക്കാർ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഞാൻ കൊച്ചിയിലെ ഈ മേലാങ്കോട് ദേവിയുടെ അടുത്ത് പോകുമ്പോൾ അവിടെ കൊടുതിയുണ്ട്. അപ്പോൾ അവിടെ ചെണ്ട അടിക്കാൻ വേണ്ടി നമ്മളെ തെലുങ്കുചേട്ട് തെരുവിൽ നിന്ന് ചെണ്ട അടിക്കണ ഒരാളുണ്ട്, ഒരു മൂക്കറൊക്കെ ഉള്ള അദ്ദേഹമാണ് ചെണ്ട അടിക്കണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ചെണ്ട കേട്ട് ഞാനും ഇരുന്ന്, കൊച്ചാണ് തുള്ളു, അങ്ങനെ ഒരു ഇത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ആയതിനു ശേഷം ആ മേലാങ്കോട് പോവുകയാണ്. മേലാങ്കോട് ഞാൻ പോയത് ഞാൻ, സുരേഷ്, ജയ്, രാജേഷ്, ദിലീപ് ഇത്രയും പേരായിട്ടാണ് കാറിൽ പോയത്. അപ്പൊ മേലാങ്കോട് ദേവിയുടെ അടുത്ത് കോവിൽ ഉത്സവം ഞാൻ അവിടെയൊക്കെ കയറി കണ്ടിട്ട്, ഇപ്പുറത്ത് ശിവാലയം ആടുന്ന ഒരു ശിവൻ കോവിലുണ്ട്. ആ ശിവൻ കോവിലിൽ ഇവരെല്ലാം കയറിപ്പോയപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. നോയിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ജനമുണ്ട്, ഉത്സവമാണ്, കുറച്ച് പേര്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്ത്രീ ഇങ്ങനെ വരെയാണ്, മുണ്ടും നേരെയെല്ലാം ഉടുത്ത് അതിഭയങ്കര സൗന്ദര്യവതിയായ ഒരു സ്ത്രീ, നല്ല ചുണ്ടൊക്കെ തടിച്ച്, ചുണ്ടൊക്കെ നല്ല ചുവപ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ രൂപത്തിന്, ആ മുണ്ടും നേരിയത് ഉടുത്ത് ഇങ്ങനെ വരെയാണ്, ചെരുപ്പില്ല, ഇതൊക്കെ നോക്കിക്കൊണ്ട് വരെയാണ്. അപ്പോഴും നോക്കിയപ്പോൾ ഇതാര് എന്നുള്ള രീതിയിൽ ഇത്ര സൗന്ദര്യം ഇതുള്ള ഇത് എവിടെ നിന്ന് ഇങ്ങനെ വന്നു? ഇവര് സാധാരണ കുടുംബത്തിലുള്ളവരല്ല നടക്കണം. ഇവരെ ഭർത്താവ് കൂടെ ഇല്ല, മക്കള് കൂടെ ഇല്ല, അല്ലെങ്കിൽ അമ്മ, ചേട്ടത്തി, കുഞ്ഞമ്മ ആരെങ്കിലും കാണും. ആ സ്ത്രീ അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്, മുണ്ടും നേരിയത് ഉടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് കൂടെ ഉള്ള അല്ല എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പുഞ്ചിരി, നല്ലവണ്ണം ചിരിച്ച് അപ്പോഴത്തേക്ക് എനിക്ക് ആ ഓർമ്മ വന്നു, കൊച്ചിയിലെ ഉള്ള മേലാങ്കോട്ടമ്മ. ഞാൻ കൊച്ചിയിലെ കണ്ട അവിടെ വരച്ചു വെച്ച ആ മേലാങ്കോട്ടമ്മ ഇതാണെന്നുള്ള രീതി പെട്ടെന്ന് വീണ്ടും. എന്നാൽ ഞാൻ ഓടിപ്പോണ്ട അടുത്ത്, എനിക്കതൊന്നും പോവാൻ പറ്റില്ല. ഞാൻ സ്തംഭിച്ച് ഇത് കാണുന്നുണ്ട്, ഒരു ഇഞ്ച് പോലും എനിക്ക് മുമ്പ് വയ്ക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഇവരെല്ലാം അവിടെ തൊഴുതിട്ട് വരികയാണ്. അപ്പൊ എനിക്കൊരു കുറച്ചില് ഇവർ വിചാരിക്കും ഞാൻ ഈ സ്ത്രീ സൗന്ദര്യത്തെ നോക്കിക്കൊണ്ടിരുന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് ഇവർ അടുത്ത് വന്ന ഉടനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ട് ബാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും പേര് അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കാണാനേ ഇല്ല, കണ്ടതുമില്ല. ഇപ്പം നമ്മളൊക്കെ പോയാലേ അറിയാം, മേലാങ്കോട് വലിയ ജനപ്പെരുക്കയില് ചെറിയ റോഡാണ്. നേരെ ഇപ്പം പല സൈഡിൽ വീടൊന്നുമില്ല, ഇന്നും കാടിലാണ് ആ കോവിലിരിക്കുന്നത്, കുറച്ച് വീടേ ഉള്ളൂ, ഇപ്പം കാണാനില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഈ മേലാങ്കോട്ട അമ്മ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേ ശരീരത്തിൽ ഞാൻ കാണാൻ പറ്റുന്നു. അപ്പൊ എങ്ങനെ ഈ ശരീരം ഉണ്ടായി, എങ്ങനെ ഈ മുണ്ടും നേരിയതും ഉണ്ടായി ഒക്കെ ഞാൻ കണ്ടതാണ്. ഉരുപ്പടി ഇട്ടിരിക്കുന്ന, ചെരുപ്പില്ല, അപ്പൊ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ ഉള്ള ഇത് വരും. പക്ഷെ ആ അമ്മ എൻ്റെ കൂടെ സ്നേഹമാണ്. കൊച്ചിയിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഞാൻ ഇങ്ങനെ ടയർ വണ്ടി വെച്ച് ഓട്ടിക്കും. അപ്പൊ ഒരു പാട്ട് ഓടും, മേലാങ്കോട്ടമ്മ തേരി വന്ന് ഇറങ്ങീനെ, അതിലൊരു കൊതി വാത എത്തി നോക്കീനെ, ഇങ്ങനെ കളിക്കും. ആ കളി വാക്കായിരുന്നാലും അമ്മയെ ഇങ്ങനെ സന്തോഷമായിട്ട് പാടണല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എനിക്ക് അമ്മയെ ഇങ്ങനെ കാണാനും എടുക്കാനും സാധിച്ചു. അപ്പൊ അതൊരിതാണ്. അതിനി പിന്നെ സാധാരണ ആൾക്കാരാണെങ്കിൽ ഇത് മതി, രാത്രി പനി വരാനും പേടിക്കാനും.